വിനിത, മദർ കെയർ ആശുപത്രിയിലുള്ള ഒരു വിദ്യാർത്ഥിയുടെ പേരുവിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. തുപ്രാണ് ചുരുളി സ്വദേശിയായിട്ടുള്ള അബ്ദുസലാമിൻ്റെ മകൾ ഇർഫാന തസ്നി എന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അവരുടെ മൃതദേഹമാണ് ഇവിടെ എത്തിച്ചിരുന്നത്, മദർ കെയർ ആശുപത്രിയിൽ എത്തിച്ചിരുന്നത്. ഈ മൃതദേഹം ഇവിടെ നിന്നും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കും കൊണ്ടുപോവുകയും ചെയ്തു. മറ്റ് 3 മൃതദേഹങ്ങൾ തച്ചമ്പാറ ഈസാഫ് ആശുപത്രിയിലാണ് എത്തിച്ചിരുന്നത്. അവിടെയുള്ള ആ മൃതദേഹങ്ങളും ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 4 വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങളും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കാണ് എത്തിക്കുക. അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. മറ്റ് 3 വിദ്യാർത്ഥികളുടെ പേര് വിവരങ്ങൾ കൂടി അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. വിനീത, അഷ്കർ, ഈ ഡ്രൈവറിൽ നിന്നും ക്ലീനറിൽ നിന്നും വിവരങ്ങൾ എടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അപകടം ഉണ്ടായത് മറ്റൊരു വാഹനത്തിൽ തട്ടിയാണ് നിയന്ത്രണം വിട്ടത് എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ? അത്തരത്തിലുള്ളൊരു വിവരം തന്നെയാണ് നമുക്ക് നാട്ടുകളിൽ നിന്നൊക്കെ ലഭിച്ചിരിക്കുന്നത്. ഇതുവരെ നമുക്ക് ആ ഡ്രൈവറോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരിവിടെ മദർ കെയർ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. അപ്പോൾ ഇവരിൽ നിന്നുള്ള ആശുപത്രി അധികൃതർ പറയുന്നതിനനുസരിച്ച് ഒന്ന് കാസർഗോഡ് സ്വദേശികളാണ് ഈ ഡ്രൈവറും ക്ലീനറും. ഡ്രൈവറുടെ പേര് കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള മഹേന്ദ്ര പ്രസാദും അതുപോലെ തന്നെ ക്ലീനറായിട്ടുള്ള വർഗീസ്. ഇങ്ങനെ 2 പേരാണ് ഇത്തരത്തിൽ ഇവിടെ ചികിത്സയിൽ കഴിയുന്നത്. പിന്നീട് ഇവരുടെ പരിക്ക് അത്ര ഗുരുതരമല്ല. ഡ്രൈവറുടെ പരിക്ക് നിസ്സാര പരിക്കുകൾ മാത്രമാണ് ഉള്ളത്. എന്നിരുന്നാൽ പോലും ഡോക്ടറുടെ നിരീക്ഷണത്തിൽ തുടരുന്നു. ആ ക്ലീനർ വർഗീസിൻ്റെ കാലിന് ചെറിയ പൊട്ടലുണ്ടോ എന്നുള്ള സംശയമുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സ്റേ അടക്കമുള്ള പരിശോധനകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ ലഭിക്കും. ഈ ഡോക്ടർ ക്ലീനറിൽ നിന്നും ഡ്രൈവറിൽ നിന്നും മഹേന്ദ്ര പ്രസാദിൽ നിന്നും അതുപോലെ തന്നെ വർഗീസിൽ നിന്നും ഈ അപകടത്തിനുണ്ടായ സാഹചര്യം കാരണം കൂടി നമുക്ക് അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുവെ അതൊരു അപകട മേഖല ആയതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ മഴ കൂടി പെയ്തിരുന്നു അവിടെ. അതുകൊണ്ട് ഈ ചാറ്റ മഴയിൽ റോഡിൻ്റെ മിനുസം മൂലം തന്നെ ആയിരിക്കാം ഇന്നത്തെ അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം നേരത്തെ ഉണ്ടായ അപകടങ്ങളൊക്കെ അത്തരത്തിൽ സമാനമായ രീതിയിൽ ആവർത്തിക്കുന്ന ഒരു അപകട പരമ്പരയായിരുന്നു ഈ വളവുകളിൽ ഉണ്ടായിരുന്നത്. അതെല്ലാം തന്നെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ഈ അപകടങ്ങൾക്ക് വഴിവെച്ചിരുന്നതും. അപ്പോൾ അത്തരമൊരു സാഹചര്യം തന്നെ ആയിരിക്കാം, കാരണം തന്നെ ആയിരിക്കാം ഇന്നുണ്ടായ ഈ വലിയ ദുരന്തത്തിലേക്ക് നയിച്ച അപകടത്തിന് പിന്നിൽ എന്നാണ് ഇപ്പോൾ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൂടി ഇനി പോലീസിൻ്റെ കൂടി അന്വേഷണത്തിൽ പരിശോധിച്ച് അതിൽ അടിവരയിടേണ്ടത്. എന്തായാലും നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. കാരണം വർഷങ്ങളായി നടത്തിയ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങളായി നടത്തിയ സമരങ്ങൾ എന്നിട്ട് പോലും അതിന് അധികൃതരുടെ ഭാഗത്ത് കൃത്യമായ നടപടി ഉണ്ടാകുന്നില്ല. ഓരോ തവണ വാഹനം അപകടം ഉണ്ടാകുമ്പോഴും ഇത്തരത്തിൽ പ്രതിഷേധമായി നാട്ടുകാർ വരുന്നു. പിന്നീട് പല ഉറപ്പുകളും വാഗ്ദാനങ്ങളും ഭരണകൂടം നിങ്ങൾ നൽകുന്നു. പക്ഷേ ആ നൽകുന്ന വാഗ്ദാനങ്ങളൊക്കെ തന്നെ പാഴായി പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ വാഗ്ദാനങ്ങൾ കളക്ടറുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്.